ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാരീസ് ചേസ് കാസിൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ വേഗം തന്നെ എണീറ്റായിട്ട് അത്യാവശ്യം കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്തു. എന്നിട്ട് അപ്പവും കടലക്കറിയായിരുന്നു. അപ്പോൾ കടലക്കറി ഉണ്ടാക്കിയായിട്ട് എനിക്ക് കൊണ്ടുപോകാനുള്ള അപ്പവും ഉണ്ടാക്കി ആയിട്ട് ഞാൻ കഴിച്ചിട്ടല്ല പോകുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്കൂളിലാണ് സമയം കിട്ടുന്ന പോലെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എണീറ്റപ്പോഴൊന്നും മക്കൾ എണീറ്റുണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ പോലും മക്കൾ എണീറ്റുണ്ടാവില്ല. പതുക്കെയാണ് കുട്ടികൾ എണീറ്റ് റെഡി ആവാറുള്ളത്. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ട്, അമ്മ അവർ ഹെൽപ്പ് ചെയ്തോളൂ. പാറുവിനെ കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ വേഗം തന്നെ റെഡിയായി യൂണിഫോമൊക്കെ ഇട്ടായിട്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ആക്ച്വലി തലേ ദിവസം രാത്രിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മഴ പെയ്തതിൻ്റെ അന്നൊന്നും അടുത്ത ദിവസം രാവിലെ ആകാശം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. എന്താ പറയുക, ഒരു കവികളെ പോലെ പറയാനുള്ള വരികളൊന്നും എനിക്കറിയില്ല. എന്നാലും ഭയങ്കര നീല ആകാശവും നല്ല വെളുത്ത മേഘവും അതിൻ്റെ ഇടയിൽ സൂര്യൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന പോലെ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കുന്ന പോലെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ചാണ് അത്ര ഭംഗിയായിട്ട് സൂര്യനെ കണ്ടത്. പക്ഷേ പാലത്തിൽ നടുക്ക് വെച്ച് ഇനി വണ്ടി നിർത്തി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വല്ല വണ്ടി വന്ന് തട്ടിയ മയ്യത്തായാലോ എന്ന് വിചാരിച്ച് അത് ചെയ്തില്ല. ഏട്ടൻ സ്കൂളിൽ വന്നിട്ടാണ് വീഡിയോ എടുത്ത്. ആക്ച്വലി ഭയങ്കര ഭംഗിയായിരുന്നു ആകാശം കാണാനായിട്ട്. ഈ വാച്ച് എനിക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഞാൻ വേറൊരു ഷോർട്സിൽ കാണിച്ചായിരുന്നു. എനിക്ക് മഞ്ജു വന്ന വാച്ചാണ്. അപ്പോൾ അതൊക്കെ കെട്ടിക്കൊണ്ടാണെന്ന് പോയത്. അതുകൊണ്ടാണ് ഈ ഷോ ഓഫ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒന്ന് ബ്രേക്ക് കിട്ടിയപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്ന് സാൻഡ്വിച്ച് ആയിരുന്നു, ബ്രെഡിൻ്റെ ഉള്ളിൽ മയണൈസൊക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ആയിരുന്നു. അതും കഴിച്ച് എന്നിട്ട് പിന്നെ കോഫി മെഷീനിൽ നിന്ന് ഒരു കോഫിയൊക്കെ എടുത്ത് അങ്ങനെ കുടിക്കാൻ പോകും. ഞാൻ ഈ കോഫി മെഷീൻ പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഇനി തൊട്ട് വേറെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ച് തൊടാനും പോയിട്ടില്ല. പക്ഷേ ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ കോഫി മെഷീനിൽ കോഫി എടുക്കാനൊക്കെ പഠിച്ചത്. പിന്നെ കോഫി എടുത്തോണ്ട് ക്യാപ്പച്ചീനോ എടുത്ത് ഭയങ്കര കടുപ്പായിരിക്കും. കുറച്ചുകൂടി പാല് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് എടുത്ത് കുടിക്കുന്നത്. കുറച്ച് കഴിഞ്ഞത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി മീറ്റിങ്ങിന് വിളിച്ചതൊക്കെ എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ആക്ച്വലി ഇതൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് വിമൻസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഓരോ കുഞ്ഞു ചെടിയും പിന്നെ ഒരു ബാഡ്ജുമാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടിയുടെ വീഡിയോ ഷോർട്സായിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട്. ചെടി നടന്നതിൻ്റെയൊക്കെ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. പിന്നെ അങ്ങനെ പറയത്തക്ക അധികം വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തി കഴിയത്തേക്കും നന്ദുവിനോട് കുറേ ഇടാകുമ്പോൾ വീഡിയോ എടുക്കുകയാണ്, ഡേ ഇൻ മൈ ലൈഫാണ്, മോളൊന്ന് വീഡിയോ എടുത്താന്ന് പറഞ്ഞ ഫോൺ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് നന്ദു പിന്നെ വീഡിയോ എടുത്തു തുടങ്ങി. വീഡിയോ എടുത്ത് കഴിയത്തേക്ക് അപ്പം നോർമലി എനിക്ക് അന്ന് ഞാൻ കുറച്ച് നേരത്തെ ഒരു 5-10 മിനിറ്റ് അത്രയും നേരത്തെ എത്തിക്കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഞാൻ സോഫ, കട്ടിൽ, തലേട അങ്ങനെയെല്ലാം വാക്യൂം ചെയ്യും. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഡസ്റ്റ് അലർജി ഉണ്ട്. ഭയങ്കര കലശലായിട്ട് തന്നെ എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. ഇച്ചിരി പൊടി പോലെ എനിക്ക് പറ്റില്ല. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ കട്ടിൽ, സോഫ, തലേടൊക്കെ നല്ലോണം തന്നെ വാക്യൂം ചെയ്യാറുണ്ട്. അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇത്രമാത്രം ഡസ്റ്റ് അലർജി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇനി ശ്വാസം മുട്ടൽ തീരെ കുറയാതായത്തേക്ക് ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അലർജി ടെസ്റ്റ് നടത്തിയപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് ഭയങ്കര രീതിയിൽ തന്നെ ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ എല്ലാ ആഴ്ചയിലും വാക്യൂമിങ്ങിൻ്റെ ഒരു പരിപാടിയിലേക്ക് ഞാൻ കടന്നത്. അപ്പോൾ അതിനുശേഷം അപ്പോൺ ഗോഡ്സ് ഗ്രേസ് എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്, അത്രയും മരുന്നും ഇൻഹേലറൊന്നും എടുക്കണ്ടല്ലോ എന്നുള്ളത് സന്തോഷവും സമാധാനമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു റിലീഫാണ് അങ്ങനെ ചെയ്ത്. പക്ഷേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉപ്പാടുള്ള കൂട്ടം തളർന്നു പോവും, അത്രയും വേർത്തിട്ടൊക്കെ തളർന്നു പോവും. പക്ഷേ എന്നാലും ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക്. അങ്ങനെ എല്ലാ സോഫകളും, കട്ടിലുകളും, തലേണകളും എല്ലാം വാക്യൂം ചെയ്തു. ഇനിയിപ്പോൾ ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് ഈ തലേണകളെല്ലാം എടുത്തൊന്ന് ഞാൻ കൊണ്ട് വെയിലത്തും കൂടി ഇടുമ്പോഴത്തേക്കും നല്ല ആയത്തൊരു ജേംസൊക്കെ എല്ലാം ചത്തു പോകും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കുറച്ചുകൂടി ഡീപ്പ് ക്ലീൻ ആവും. അതിനുശേഷം ഞാൻ പോയി വേഗം മേല് കഴുകി. പിന്നെ അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് വിളക്ക് കത്തിച്ചു. പിന്നെ പ്രാർത്ഥിച്ചു. അതേത്തേക്കും അത്താഴം കഴിക്കാറായി. കാരണം എനിക്ക് നല്ലോണം തന്നെ വിശന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ രാവിലത്തെ കടലക്കറി, പിന്നെ പീര വറ്റിച്ചതുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, മൂന്നും കൂടി കൂട്ടി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസമായി. വയറ് നിറഞ്ഞപ്പോഴത്തേക്ക് ആശ്വാസമാവുമല്ലോ. അത് കഴിയുമ്പോഴത്തേക്കും അമ്മ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാരറ്റിൻ്റെ പുഡിങ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ അതും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് സന്തോഷമായി, സമാധാനമായി. പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടതായിട്ട് അന്നത്തെ ദിവസം റാപ്പ് ചെയ്തു. അത്രയേ ഉള്ളപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.